നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വേഗം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തത്. അത് ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ. നോക്കട്ടെ. കിട്ടിയില്ലേ? അതെ, രണ്ടാമത്തതും കിട്ടി. കൊലുസ് സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഡിസൈനിലുള്ള കൊലുസ് വാങ്ങണമെന്നേ കുറെ നാളായിട്ടുള്ള എന്റെ ആഗ്രഹം. ശരി, സമ്മതിച്ചു. ഇനി മൂന്നാമത്തത്. വേഗാവട്ടെ. ഈ രണ്ടെണ്ണവും ഞാൻ ഇത്ര വേഗം കണ്ടുപിടിച്ചില്ലേ? ഉറപ്പായി ഞാൻ മൂന്നാമത്തേതും കണ്ടുപിടിക്കും. എവിടെയാ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന? കാണുന്നില്ലല്ലോ. ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നല്ലേ വീരവധം മുഴക്കിയത്. കണ്ടുപിടിക്കും. എനിക്കിനി വയ്യ. എവിടെയാ വെച്ചേക്കുന്നെന്ന് പറ. തോൽവി സമ്മതിച്ചോ? സമ്മതിച്ചു. തോറ്റു. എങ്കിൽ ഞാൻ പറയാം. അത് വേണ്ട, എവിടെയാ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാ മതി, ഞാൻ പോയി എടുത്തോളാം. അതങ്ങനൊന്നും എടുക്കാൻ പറ്റില്ല. പറ, എവിടെയാ വെച്ചിരിക്കുന്നെ? ഇതാണ് മൂന്നാമത്തെ ഗിഫ്റ്റ്. എനിക്കിതേ മൂന്നാമത്തെ ഗിഫ്റ്റ് അല്ല ഗൗതം, എനിക്കിത് എന്നും ഒന്നാമത്തെ ഗിഫ്റ്റാ. സ്നേഹത്തോടെ ഗൗതം ഇങ്ങനെ പിടിച്ചു നിർത്തി തരുന്ന ഒരു ഉമ്മയേക്കാൾ വിലമതിപ്പ് എനിക്ക് ഒന്നിനുമില്ല. ഐ ലവ് യു ഗൗതം. കരയും കടലും തഞ്ചത്തിലാടി ഇവളെ കണ്ട കാറ്റും ഇഷ്ടം കൂടി പതിവായി കാണും പലരാണേലും പകൽ പൂരം കാണാൻ ഇവളോടൊപ്പം കൂടി നല്ലോണമാടാനായി കൊതിയുള്ളോളാണ്. എന്തിനാ വിളിച്ചോണ്ട് പോന്നേന്ന് പറഞ്ഞ എന്താ കുഴപ്പം? എടാ, നിന്നെ ഞാനല്ലേ വിളിച്ചോണ്ട് പോന്നേ. നീ ഒന്ന് താഴത്തേക്ക് വാ. താഴെ വരുമ്പോ നിനക്ക് കാര്യം മനസ്സിലാവും. ഞാൻ വേറൊരു അത്യാവശ്യ കാര്യമായിട്ട് നിൽക്കുക. ചുമ്മാ അപ്പോഴാണ് ഓരോ കോപ്പറങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നത്. നീ ഒന്ന് വന്നേ. പ്രണവേ, അന്ന് മുടങ്ങിപ്പോയി എന്റെ പിറന്നാൾ ആഘോഷം ഇന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാന്ന് വെച്ചു. ഇതാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ മോളിൽ വെച്ചങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. വരുന്നില്ല എന്ന് അപ്പം തന്നെ ഞാൻ പറഞ്ഞാലോ. നിങ്ങളുടെ ജീവിതത്തിലെ ഇത്ര സന്തോഷങ്ങളിലൊന്നും എന്നെ കൂടെ ഭാഗമാക്കാന്ന് കരുതണ്ട. അതിന് താല്പര്യമില്ല എനിക്ക്. പ്രണവേ, എടാ, ഒന്നും ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് പലതവണ നിന്നോട് പറഞ്ഞില്ലേ? ഞങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അതിനൊക്കെ ആവർത്തിച്ച് നിന്നോട് ക്ഷമയും ചോദിച്ചു. ഇനിയെങ്കിലും നീ വാശിയും വൈരാഗ്യം ഒന്ന് കളയി പ്രണവേ. എന്നിട്ട് നീ ഇവിടെ ഒന്ന് നിൽക്കുക. നിന്റെ കാര്യത്തില് ഞങ്ങൾക്കും വിഷമമുണ്ട്. നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് കാണുമ്പോ അതിലേറെ സങ്കടമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ. ചെന്ന് ശിവാനിയെ വിളിച്ചോണ്ട് ഇവിടെ കൊണ്ട് നിർത്ത്. എന്നിട്ട് കേക്ക് മുറിച്ചവളെ വായിക്കാത്തോടെ വെച്ചോട്.
അപ്പൊ വലിയ തൃപ്തി കിട്ടൂലോ നിങ്ങൾക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഇത്തരം പരിപാടിയിലേക്ക് എന്നെ വലിച്ചിട്ടേക്കരുത്. ആവർത്തിച്ച് പറയുമോ ഞാൻ, എനിക്ക് താല്പര്യമില്ല. അതെ, ഒരു അർജന്റ് കോളാ, ഒരു മിനിറ്റ്. ഹലോ സിക്കിസി. എന്തായി വസുന്ധരെ, അവിടുത്തെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി തന്നെ പോവാണോ? ഇത് ചോദിക്കാനാണോ ഇപ്പൊ വിളിച്ചത്? ചിരിക്കല്ലേ സിക്കിസി. നിധിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി എന്തോ സംഭവമൊക്കെ ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞ വലിയ ബിൽഡപ്പ് ഒക്കെ നടത്തിയിട്ട് ഒന്നും നടന്നില്ലല്ലോ. എന്തൊക്കെയായിരുന്നു ഡയലോഗ്. നിധി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കത്തിയെടുത്ത് വെക്കുമ്പോഴേക്കും ഇവിടെ എന്തോ മലമറിക്കുന്ന സംഭവം നടക്കുമെന്നല്ലായിരുന്നോ വീരവാദം. ദേ, ഇവിടെ കേക്ക് മുറിക്കാൻ പോവാ. കേക്ക് മുറിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. കേക്ക് മുറിക്കട്ടെ വസുന്ധരെ, അപ്പോഴേക്കും എന്റെ ഗിഫ്റ്റ് അവിടെ എത്തിയിരിക്കും. വസുന്ധരയ്ക്ക് ഈ കാര്യത്തിൽ ക്യൂരിയോസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഞാൻ കൊടുത്തു വിടുന്ന ഗിഫ്റ്റ് നിധിക്ക് സന്തോഷം പകരുന്നതാവില്ല എന്ന് വസുന്ധരയ്ക്കും അറിയാം. നിധിക്കുള്ള എന്റെ പിറന്നാൾ സമ്മാനം അവിടേക്കുള്ള യാത്രയില്ല. വിത്തിൻ മിനിറ്റ്സ് അവിടെ എത്തും. എന്റെ ഗിഫ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈശ്വരമംഗലം ഒന്ന് തിളച്ചു മറിയും. അത് ഒപ്പം നിന്ന് കണ്ട് ആസ്വദിച്ചോണം വസുന്ധര. വസു, ഒന്നിങ്ങ് വന്നേ, കേക്ക് മുറിക്കാം. ആ, ഇതാ വരുന്നെടുത്തി. ഞാൻ വിളിക്കാമേ, ഫംഗ്ഷൻ ടൈമായി. ആ, വാ, കേക്ക് മുറിക്കാം. നിധി, ഇതൊന്ന് പിടിച്ചേ, ഞാൻ മെഴുകിരി കത്തിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ലക്കി. ഇതെന്താ ലക്കി എന്ന് എഴുതിയിരിക്കുന്നത്? നിധി എന്ന് വേണ്ട എഴുതാൻ. ലക്കിന്ന് ഞാൻ തന്നെ പറഞ്ഞ് എഴുതിപ്പിച്ചതാ. അതല്ലേ അതിന്റെ ശരി. ലക്കി എന്ന് പറഞ്ഞാൽ ഭാഗ്യം തരുന്നവൾ. എന്റെ ജീവിതത്തിലേക്ക് എല്ലാ ഭാഗ്യങ്ങളും തരുന്നത് ഈ നിധിയല്ലേ. അതെന്തായാലും നന്നായി. ആ, വെറുതെ വാചകം അടിച്ചു നിന്ന് സമയം കളയാതെ കേക്ക് കട്ട് ചെയ്യാൻ നോക്ക്. ഇനി മുറിച്ചോ. ആ മെഴുകുതിരി ഊതി അണയ്ക്ക് ആദ്യം. കേക്ക് ഇപ്പം മുറിക്കും. CKC പറഞ്ഞ ഗിഫ്റ്റ് മാത്രം ഇതുവരെ എത്തിയിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ.